കേരള കോൺഗ്രസ് എമ്മിന് അമിത പ്രാധാന്യം നൽകുന്നു എന്ന് CPI തുടക്കം മുതലേ പറയുകയായിരുന്നു. ഇക്കുറി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ KM മാണിയുടെ പാർട്ടിക്ക് 1000-ൽ പരം വാർഡുകൾ എന്തിന്റെ പേരിലാണ് മത്സരിക്കാൻ കൊടുത്തിരിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടക്കം കേരള കോൺഗ്രസ് എമ്മിന് സാധ്യതയില്ലാത്ത മേഖലയിൽ, ക്രൈസ്തവരുള്ള മേഖലയിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥികൾ അങ്ങ് വിജയിച്ചു കയറുമെന്ന മണ്ട സിദ്ധാന്തവുമായി എത്തിയിരിക്കുകയാണ്. കത്തോലിക്കക്കാരും ക്രൈസ്തവരും ഒക്കെ എൻ ബ്ലോക്കായി മാണി കോൺഗ്രസിന് മാത്രമേ വോട്ട് കുത്തൂ എന്ന് കരുതുന്ന മഠേത്തരമാണ് CPIM ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കൂ, CPIMനെ താങ്ങി നിർത്തുന്ന ശക്തി എന്ന് പറയുന്നത് CPI ആണ്. CPIയെ വെട്ടി നീക്കി അല്ലെങ്കിൽ CPIയുടെ പ്രാതിനിധ്യം ഒഴിവാക്കിക്കൊണ്ട് മാണി കോൺഗ്രസിന് എന്ത് രീതിയിലുള്ള നേട്ടം കൊടുക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഗുണകരമാകില്ല, അതൊക്കെ വ്യർത്ഥമാകും. കാരണം മാണി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ CPI തന്നെ മുന്നിൽ നിൽക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇടുക്കിയിലും കോട്ടയം ജില്ലയിലും മാത്രമാണ് മാണി കോൺഗ്രസിന് അല്പമെങ്കിലും വേരോട്ടമുള്ളത്, രണ്ടിലേക്ക് വാടാതെ കരിയാതെ നിൽക്കാൻ കഴിയുന്നത്. ആ മേഖലയിൽ പോലും KM മാണി വലിയ തോതിൽ, അതായത് മലയോര കർഷകരെയും ഹൈറേഞ്ച് തൊഴിലാളികളെയും ഒക്കെ വഞ്ചിക്കുന്ന സമീപനം മാണിയുടെ തൃപുത്രനായ ജോസ് കെ മാണി എടുക്കുമ്പോൾ സ്വാഭാവികമായും ജോസ് കെ മാണിയോട് ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ദേഷ്യമുണ്ട്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ 2 തവണ 2009-ൽ CPIMന്റെ ഏറ്റവും മികച്ച പോരാളിയായ സുരേഷ് കുറുപ്പിനെ 75,000 വോട്ടുകൾ തോൽപ്പിച്ചു. 1.25 ലക്ഷത്തോളം വോട്ടുകൾക്ക് 2014-ൽ ഇപ്പോഴത്തെ ജനതാദൾ സെക്യുലർ നേതാവായ മാത്യു ടി തോമസിനെയും തോൽപ്പിച്ചാണ് ജോസ് കെ മാണി പാർലമെന്റിലേക്ക് എത്തിയത്. ആ ജോസ് കെ മാണിയാണ് പാലായിൽ കഴിഞ്ഞ വട്ടം മാണി സി കാപ്പനോട് ദയനീയമായി പരാജയപ്പെട്ടത്. എന്താണ് കാരണം? ജോസ് കെ മാണിയെ പാർട്ടിയുടെ ചെയർമാനായോ അല്ലെങ്കിൽ നേതാവായോ കാണാൻ സാധാരണ അടിത്തട്ടിലുള്ള ജനങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അവർക്ക് നല്ല രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അത് എല്ലാ തരത്തിലും സ്ഫുരിക്കുകയാണ്. മാണി കോൺഗ്രസിനെ പടിയടച്ച് പിണ്ടം വെക്കുകയാണ് സത്യത്തിൽ പാലായിലെ നഗരത്തിലെ എല്ലാ വോട്ടർമാരും ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഇടുക്കി ജില്ലയിലും അതുപോലെ കോട്ടയം ജില്ലയിലും UDFന്റെ ശക്തി കേന്ദ്രമായി ജോസഫ് ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജോസഫ് ഗ്രൂപ്പ് വിലപേശാനൊന്നും കടുത്ത രീതിയിൽ ജോസ് കെ മാണിയെ പോലെ അങ്ങനെ പ്രവർത്തിക്കാറില്ല. ജോസ് കെ മാണിയെ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറച്ച് സീറ്റുകൾ മാത്രമേ ജോസഫ് ഗ്രൂപ്പിന് UDFനുള്ളിൽ കൊടുക്കുന്നുള്ളെങ്കിൽ പോലും ജോസഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒക്കെ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 സീറ്റേ കിട്ടിയുള്ളെങ്കിലും കൃത്യമായി വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന് വിള്ളലൊന്നും ഉണ്ടായിട്ടില്ല. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു പിടിക്കേണ്ട ഒരു പ്രതാപമുണ്ട്. 2 ജില്ലകളിൽ മാത്രമല്ല, എറണാകുളം ജില്ലയിലും ജോസഫ് ഗ്രൂപ്പിന് വേരോട്ടമുള്ള മേഖലകളുണ്ട്. പ്രത്യേകിച്ചും ജോസഫ് ഗ്രൂപ്പിന്റെ MLA ആയിരുന്ന TU കുരുവിള കോതമംഗലം MLA ആയിട്ട് ഇരുന്ന വ്യക്തിയാണ്. ആ കോതമംഗലത്ത് ഉൾപ്പെടെ നിരവധി പഞ്ചായത്തുകളുണ്ട്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ തീരുമാനം.